അവിടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയർ തുടങ്ങിയിരിക്കുന്നത്. ഉമേഷേ, എങ്ങനെയുണ്ട് അവിടെ കച്ചവടം? മാനസ പറയുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നിരിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് എറണാകുളത്തെ ഒരു സാഹചര്യം? ഷമ്മി, എറണാകുളത്തും ജില്ലാ ക്രിസ്മസ് ഫെയർ നടക്കുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ആ ഫെയറിലാണ് ഞാനുള്ളത്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഈ ഫെയറുകളുണ്ട്. 10 മണിക്കാണ് ആരംഭിച്ചതെന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് വലിയ തിരക്കുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വില നിലവാരത്തെക്കുറിച്ച് മാനസ സൂചിപ്പിച്ചു. അതുതന്നെയാണ് അത് നമുക്ക് ഈ ബോർഡുകളിലേക്ക് പോയാൽ അതിൻ്റെ ഒരു കൃത്യം വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് ബ്രാൻഡഡ് ഐറ്റങ്ങളാണ്. ഈ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് ഐറ്റങ്ങൾക്ക് കൂടി വിലക്കുറവ്, വലിയ ഓഫറുകൾ ഈ ക്രിസ്മസ് ഫെയറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കംഫർട്ട്, അത് MRP 235, പക്ഷേ ഇവിടെ വിൽപ്പന വില 223. അത്രയും വ്യത്യാസമുണ്ട്. പിയേഴ്സ് സോപ്പിന് 372 ആണെങ്കിൽ MRP 372 ആണെങ്കിൽ ഇവിടെ 353. അതുപോലെ തന്നെയാണ് ഓരോ ഐറ്റവും. ഇനി ശബരിയുടെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവ് അതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരി പുട്ടുപൊടി വമ്പിച്ച വിലക്കുറവിൽ എന്നാണ്. അതായത് അത് എത്രയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. 85 രൂപയാണ് സാധാരണഗതിയിൽ ശബരി പുട്ടുപൊടിയുടെ 1 കിലോയുടെ വില. അത് ഇപ്പോൾ 70 രൂപയ്ക്കാണ്, 15 രൂപയുടെ വ്യത്യാസം. ആ തരത്തിലാണ് ഈ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഉള്ള വിലക്കുറവ് എന്നുള്ളതാണ്. ഇനി സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ മാനസ പറഞ്ഞതുപോലെ 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട്. അതിൻ്റെ എത്രയൊക്കെയാണ് എന്നുള്ളത് ഈ വില നിലവാരം ഇവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഏതൊക്കെയാണ് സബ്സിഡി ഇനങ്ങളെന്നും അതിലെ സബ്സിഡി നിരക്കിൽ എത്ര രൂപയാണ്, സബ്സിഡി ഇല്ലാതെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജയ അരി, മട്ട അരി, പച്ചരി അതൊക്കെ നമുക്ക് ബോർഡിൽ കാണാം. 33 രൂപയാണ് ജയ അരിക്കെങ്കിൽ. സബ്സിഡി ഇല്ലാതെ നോൺ സബ്സിഡി ആയിട്ടാണെങ്കിൽ 43. വലിയ വില വ്യത്യാസമില്ല എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കഴിയും. വെളിച്ചെണ്ണയൊക്കെ അതെ വലിയ വ്യത്യാസമാണ്. പുറത്തെല്ലാം 290 രൂപയുടെയൊക്കെ അടുത്ത് വില വരുമ്പോൾ ഇവിടെ ഏതാണ്ട് അതിൻ്റെ പകുതി മാത്രം ഒക്കെയാണ് വില വരുന്നത്. അത്രയും വലിയ വ്യത്യാസം ഈ ഫെയറുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ സപ്ലൈകോ ഫെയറിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. സപ്ലൈകോ അല്ലാതെ കൺസ്യൂമർ ഫെഡ് വലിയൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൺസ്യൂമർ സഹകരണ വകുപ്പിൻ്റെ കൺസ്യൂമർ ഫെഡ് വിപണിയിലും വലിയ വില വ്യത്യാസം ആളുകൾക്ക് ഈ ക്രിസ്മസ് ഫെയറിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ 15 കൺസ്യൂമർ ഫെഡ് വിപണികൾ ഉണ്ട് എന്നുള്ളതാണ്. ചേച്ചി, എല്ലാ സാധനങ്ങളും കിട്ടിയോ? കിട്ടി. എല്ലാം വലിയ ഓഫർ ഉണ്ടല്ലേ? അതെ, അല്ല അങ്ങനെ ഒരു വലിയ ആശ്വാസമാണ് ഇങ്ങനെ ഫെയർ. ആശ്വാസമാണ്. ഇങ്ങനെ പ്രത്യേക ഫെയറിൽ വന്നാണോ സാധനം ഓണത്തിനും ക്രിസ്മസിനൊക്കെ അങ്ങനെയാണോ വാങ്ങിക്കാറുണ്ട് അങ്ങനെ സൗകര്യമായിട്ട് കിട്ടുമ്പോൾ വലിയ? അതെ അതെ അതെ. ഇപ്പോൾ സൗകര്യമാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് വില കുറച്ച് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ആളുകളുടെ പ്രതികരണമാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എങ്ങനെയാണ്, വലിയ വിലക്കുറവുണ്ടല്ലേ? വലിയ വിലക്കുറവുണ്ട്. എല്ലാവർക്കും ഒരു ആശ്വാസമാണല്ലോ ഇത്. 10 20 രൂപയൊക്കെ വില വ്യത്യാസമുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? കുറച്ച് ഹൈക്കോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അടുത്ത് തന്നെ ഒരു വലിയ ഫെയർ കിട്ടി. വലിയ ഫെയർ കിട്ടി. ആ തരത്തിലാണ്. അങ്ങനെ വലിയ വില വ്യത്യാസമുള്ളത് ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. ഉമേഷേ, ഈ വെളിച്ചെണ്ണയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഏതാണ്ട് 290 രൂപ വരെ വിലയുണ്ട്. പക്ഷേ സപ്ലൈകോയിൽ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞത് 190 രൂപയാണ്. ഏതാണ്ട് 100 രൂപയുടെ വ്യത്യാസം വെളിച്ചെണ്ണയുടെ പുറത്ത് ലഭിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഉമേഷേ, കേൾക്കാമോ? ഉമേഷേ, വെളിച്ചെണ്ണയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഏതാണ്ട് 290 രൂപ ഇപ്പോൾ വിലയുണ്ട്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ഈ ക്രിസ്മസ് ഫെയറിൽ 190 രൂപയേ ഉള്ളൂ. ഏതാണ്ട് 100 രൂപയുടെ വ്യത്യാസം ഓപ്പൺ മാർക്കറ്റുമായി ഈ സപ്ലൈകോയുടെ ഫെയറിൽ ഉണ്ടാകുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ലല്ലോ. അതെ അതെ, അത് തന്നെയാണ്. അത് ഓരോ ഐറ്റത്തിനും അത്രയും വലിയ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത്
ഈ വെളിച്ചെണ്ണയൊക്കെയാണ് ആളുകൾക്ക് അത്യാവശ്യ സാധനമാണ്. അത് പുറത്ത് വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഫെയറുകൾ അത് വീടിനധികം ദൂരം സഞ്ചരിക്കാതെ തന്നെ തൊട്ടടുത്ത് വലിയ ഫെയറുകൾ വരികയും അത് ഇത്രയും 100 രൂപയിലധികം വില വ്യത്യാസം വരുമ്പോഴേക്കും ചെയ്യുമ്പോൾ വലിയ ആശ്വാസമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ചേച്ചിമാരൊക്കെ അത് ചൂണ്ടിക്കാട്ടി. അവരൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്നവർ തന്നെയാണ്. തൊട്ടടുത്ത് ചെല്ലുമ്പോൾ ഇത്രയും വിലക്കുറവിൽ, അത് ഇങ്ങനെ ആഘോഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ വിലക്കുറവിൽ ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് വലിയൊരു ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നിസ്സംശയം പറയാം. ഇത് കൂടാതെ പ്രത്യേക കേക്കുകളടക്കം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. നേരത്തെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങൾ, ബ്രാൻഡഡ് ഐറ്റങ്ങൾക്ക് പുറമെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് പ്രത്യേക കേക്കുകളും ഓഫർ വിലയിൽ നൽകുന്നു എന്നുള്ളതാണ്. ഇത് MRP 130 ആണെങ്കിൽ ഇവിടെ 118 രൂപയ്ക്കാണ് ഈ കേക്ക് നൽകുന്നത്. അത്തരത്തിൽ ഓരോന്നിൻ്റെയും വില ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേക്കുകൾക്കും വലിയ വിലക്കുറവ്, ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് ഒരു അവശ്യ വസ്തുവാണല്ലോ, ആ കേക്കുകൾക്കും വലിയ വിലക്കുറവിൽ ഇവിടെ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാവുന്നൊരു കാര്യം. ഈ 21 മുതൽ 30-ാം തീയതി വരെയുണ്ട്, 10 ദിവസം ക്രിസ്മസ് ഫെയർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ജില്ലാ ഫെയറാണ് ഈ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്നത്. കൂടാതെ മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലും ഇത്തരം ഓഫറുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെ വിപണിയിലും സമാനമായ രീതിയിൽ വലിയ വിലക്കുറവുണ്ട്. കൺസ്യൂമർ ഫെഡ് 15 ത്രിവേണി സ്റ്റോറുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ആ മുഴുവനിടത്തും ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ജില്ലാ ഫെയർ എന്നുള്ള നിലയിൽ കൺസ്യൂമർ ഫെഡിൻ്റെ പ്രവർത്തിക്കുന്നത് ഗാന്ധിനഗറിലാണ്. കടവന്ത്ര ഗാന്ധിനഗറിലുള്ള കൺസ്യൂമർ ഫെഡ്. തീർച്ചയായിട്ടും ഉമേഷ്, ജില്ലാ ഫെയർ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹായകരമായ ഒരു ഓഫറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയിരിക്കുന്നത്. 13 ഇനം സാധനങ്ങൾക്ക് വിലക്കുറവ് സബ്സിഡി നൽകുന്നു. മറ്റ് ഇനങ്ങൾക്കും വിലക്കുറവിൽ ഈ ക്രിസ്മസ് ചന്തകളിൽ നിന്ന് വാങ്ങാൻ കഴിയും. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്മസ് ചന്തകൾ സപ്ലൈകോയും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാനസയും ഒപ്പം തന്നെ ഉമേഷും വിവരങ്ങൾ നൽകിയത്.